നമസ്കാരം. നമുക്ക് ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ഫേസ് വാഷ് ആണ്. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ്. അപ്പം മുഖത്തെ ചെറിയ ചെറിയ കലകള്, കുത്തുകള്, പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ എന്താ പറയുക, സ്കിന്ന് ടാൻഡ് ആയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ്. അപ്പോൾ ഇത് റെഗുലർ ബേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും സഹായിക്കും, അതുപോലെ തന്നെ സ്കിന്നിന്റെ ഷെയ്ഡ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഫേസ് വാഷ് ആണ്. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫേസ് വാഷ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൊടി, ലിക്വറസ് പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ പൗഡറും എടുക്കാൻ. ഇപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ വെക്കാം. കണ്ടെയ്നർ നല്ലോണം ഡ്രൈ ആവണം, അല്ലെങ്കിൽ അത് വേഗം തന്നെ ചീത്തയായി പോവും. അപ്പം നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ക്ലെൻസിങ് സ്റ്റെപ്പാണ്. അതായത് നമ്മൾ സാധാരണ ഒരു നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ ചെയ്യാറുള്ളത്, അത് നമ്മൾ ഈ ഹോം മെയ്ഡ് ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു നുള്ള് വെള്ളം എടുത്തിട്ടാണ് ഇതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നത്. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യില്ലേ, ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകാറില്ലേ, അതുപോലെ ചെയ്യാം. പിന്നെ ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു ഇൻഗ്രീഡിയൻറ്റും സ്കിപ്പാക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം. ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി നല്ലതാണ് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ വെള്ളത്തിന് പകരം പാല് ചേർത്താൽ മതി. അപ്പോൾ ഒരുപാട് നേരം സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ക്ലെൻസിങ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്, ഓർമ്മ വേണം. പിന്നെ ഇത് ഫേസ് പാക്ക് ആക്കിയിട്ടും യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ വെച്ചിട്ട് വേണം കഴുകിക്കളയാൻ. ഇത് കുറച്ച് സെക്കൻഡുകൾ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഫേസ് വാഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം. അതേസമയം ഫേസ് പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആഴ്ചയിൽ 3 തവണ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം ഫേസ് പാക്ക് ആക്കുമ്പോൾ നമ്മൾ മുഖത്ത് 10 മിനിറ്റിലധികം വെക്കും. അപ്പോൾ അത് ഡെയിലി വെക്കുന്നത് നല്ലതല്ല, സ്കിന്ന് ഡ്രൈ ആയി പോവും. ഫേസ് വാഷ് ആകുമ്പോൾ നമ്മൾ അത്ര നേരം ഫേസിൽ വെക്കുന്നില്ലല്ലോ, കുറച്ച് സെക്കൻഡുകൾ വെച്ചിട്ട് കഴുകിക്കളയുന്നല്ലേ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കിൻ ടൈപ്പിനൊക്കെ അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് കഴുകി ജസ്റ്റ് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്തു. അപ്പോൾ ചെറിയൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റും. റെഗുലർ ബേസിൽ യൂസ് ചെയ്യുമ്പോൾ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സൊക്കെ എളുപ്പം പോവും. അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു റോസ് വാട്ടറാണ്. ഇത് ഓർഗാനിക് നെത്രയുടെ റോസ് വാട്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ച ഒരു റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ അതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ടോണറായിട്ട്. അപ്പോൾ ഈ റോസ് വാട്ടർ നമുക്ക് മിസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുത്താൽ എളുപ്പം തന്നെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ആവും. പിന്നെ നമ്മളെ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. വേണമെങ്കിൽ നമുക്ക് കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ടും ടോണർ അപ്ലൈ ചെയ്യാം. ഏതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ ടോണറിൽ, ഈ റോസ് വാട്ടറിൻ്റെ ടോണറിൽ വൈറ്റമിൻ സി കൂടെ ഉണ്ട്. അപ്പോൾ അറിയാലോ, വൈറ്റമിൻ സി നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനും, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫേഡ് ആവാനും വൈറ്റമിൻ സി ആണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രോബ്ലംസ്, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള റോസ് വാട്ടർ ടോണർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ടോണറാണ്, നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ടോണറാണ്. ആൽക്കഹോളൊന്നുമില്ല. എന്താ പറയുക, റോസ് വാട്ടറിൻ്റെ ആ ഒരു നാച്ചുറൽ സ്മെല്ലില്ലേ, അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്ന് സെൻസിറ്റീവാണ്, ഇത് യൂസ് ചെയ്തിട്ട് പുകച്ചിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ടോണറാണ് കേട്ടോ. ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം നമ്മൾ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നല്ലൊരു മോയ്സ്ചറൈസറാണ്, എസ്പെഷ്യലി ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർക്ക്. കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുകയോ ഗ്രീസി ആയിട്ടിരിക്കുകയൊന്നുമില്ല, എളുപ്പം സ്കിന്ന് അബ്സോർബ് ആവും. നല്ലതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നൊക്കെ ക്ലിയർ ആവും.
നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഓർഗാനിക് നേത്രയുടെ അലോവെര ജെല്ലാണ്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി വാങ്ങി ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. നല്ലൊരു അലോവെര ജെല്ലാണ്, നാച്ചുറലായിട്ടുള്ള അലോവെര ജെല്ലാണ്. അപ്പോൾ ഈ അലോവെര ജെല്ലിൽ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. സ്കിന്ന് ക്ലിയർ ആവാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് സ്കിന്നിനും ഹെയറിനും ഒരുപോലെ നല്ലതാണ് കേട്ടോ ഈ ഒരു അലോവെര ജെല്ല്. അലോവെര ജെൽ അപ്ലൈ ചെയ്തിട്ട് സ്കിന്നിന് നല്ലൊരു മസാജ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷനും കൂടും, സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും സഹായിക്കും. മാത്രമല്ല ഈ ജെല്ല് എളുപ്പം നമ്മുടെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ആവും കേട്ടോ. അപ്പോൾ നല്ലൊരു മസാജ് കൊടുക്കുക. നമ്മൾ വീട്ടിൽ വളർത്തിയെടുക്കുന്ന കറ്റാർവാഴ ജെല്ലിൻ്റെ സ്മെല്ലും കളറൊക്കെ തന്നെയാണ് ഇതിനും ഉള്ളത്. അപ്പോൾ ചിലർക്ക് വീട്ടിലുണ്ടാക്കുന്ന ജെല്ല് അലർജി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ മാർക്കറ്റിൽ കിട്ടുന്ന അലോവെര ജെല്ല് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മൾ നല്ലത് കണ്ടെത്തി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ജെല്ലാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഈ ഒരു 3 സ്റ്റെപ്സ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നിന് എന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് കാണിച്ച പ്രൊഡക്റ്റുകളുടെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു വിസിബിൾ ചേഞ്ച് നിങ്ങളുടെ ഫേസിന്, നിങ്ങളുടെ സ്കിന്നിന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടിപൊളി വീഡിയോ ആയിട്ട്.